ബോക്സ് ഓഫീസിൽ യാതൊരുവിധ പതർച്ചയും കൂടാതെ മൂന്നാമത്തെ ദിവസവും ഹെവിയാക്കിയിരിക്കുകയാണ് മമ്മൂക്ക ജയറാം കൂട്ടുകെട്ടിലെത്തിയ അബ്രഹാം ഓസ്ലർ. ആദ്യ ദിവസം ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 2,88,00,000 രൂപ നേടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം ഈ ഒരു ചിത്രം 2,20,00,000 രൂപ നേടി. അങ്ങനെ 2 ദിവസം കൊണ്ട് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടിക്ക് മുകളിൽ സഞ്ചരിച്ച ചിത്രം മൂന്നാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.5 കോടി രൂപ വരെ നേടാൻ ചാൻസുകൾ ഏറെ എന്നാണ് ട്രെൻഡ് അനലിസ്റ്റുകൾ ട്രാക്കിങ്ങിലൂടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ 3 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം 16 കോടിയിൽ ഈ ഒരു ചിത്രം ഇടം പിടിക്കും എന്നാണ് ട്രാക്കിംഗ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നവർ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ 3 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഏകദേശം രാവിലെ 10 മണി വരെയെങ്കിലും കാത്തു നിൽക്കേണ്ടി വരും. മൂന്നാമത്തെ ദിവസം ശനിയാഴ്ച സൂപ്പർ ശനിയാണ്. ഓസ്ലർ എന്ന ചിത്രത്തിന് ഒട്ടനവധി തേർഡ് ഷോകളും സ്പെഷ്യൽ ഷോകളുമായിട്ട് ഈ ഒരു ചിത്രം ഇന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ആകെയുള്ള സ്പെഷ്യൽ ഷോകളുടെ എണ്ണവും കൂടുകയാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ വലിയൊരു കളക്ഷൻ മാർജിനിലേക്ക് തന്നെയാണ് മൂന്നാമത്തെ ദിവസം അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തെ എത്തിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ 4ാമത്തെ ദിവസമാണ് നാളെ. അതോടൊപ്പം ആദ്യ സൺഡേയും ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നാളെ നേടാൻ ചാൻസുകൾ ഏറെയാണ്. അങ്ങനെയെങ്കിൽ ചിത്രം നാളത്തെ വീക്കെൻഡ് കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ചിത്രം 20 കോടിക്ക് മുകളിൽ പറക്കും. സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ടല്ല കിട്ടിയത്, ജസ്റ്റ് കണ്ടിരിക്കാം. ആവറേജ് സിനിമ എന്ന റിപ്പോർട്ട്. ആരും ഈ ഒരു ചിത്രത്തെ ട്രോളി കൊന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്.